ഫ്രണ്ട്സ്, എല്ലാവർക്കും ചൈതന്യ ചെയ്തു കാർട്ടൂണിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നിങ്ങളുടെ ആരുടെങ്കിലും പേര് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ പറയണമെന്നുണ്ടെങ്കിൽ പേര് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും ഞാൻ പറയാവേ. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ? അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താണ് കല്ലു, എന്തിനാ കിടന്ന് വിളിച്ചു കൂന്നേ? അമ്മേ, അത് പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കണ്ടേ? അതിന് ഞാനും കിച്ചേട്ടനും കണ്ണനും കൂടി ആ കാടിന്റെ സൈഡിൽ പോയി മുള വെട്ടാനായിട്ട് പോയിക്കോട്ടെ, അത് ചോദിക്കാൻ വന്നതാ. ഏയ് വേണ്ട, നിങ്ങൾ അങ്ങനെ കാടിന്റെ അങ്ങോട്ടൊന്നും പോണ്ട. അവിടെ ഒത്തിരി ജന്തുക്കളും മൃഗങ്ങളും ഒക്കെ ഉള്ളതാ. അവരെന്തെങ്കിലും ചെയ്താലോ നിങ്ങൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണ്ട. ഇവിടെ അടുത്തുനിന്നെങ്ങാനും കിട്ടുന്ന കമ്പ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. എന്താ അമ്മേ ഇത്? ഞങ്ങള് കുഞ്ഞൊന്നും അല്ലല്ലോ, ഞങ്ങള് വലുതല്ലേ. അന്ന് കണ്ണനെ കൊണ്ടുപോകുന്നില്ല, ഞാനും കിച്ചിച്ചേട്ടനും കൂടി പോയിട്ട് വരാം. വേണ്ടത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ കല്ലു? പിന്നെ ഞങ്ങൾ എങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കുന്ന അമ്മേ? കഴിഞ്ഞ വർഷത്തെ പുൽക്കൂട് ഇരിപ്പില്ലേ, അത് തന്നെ എടുത്താ മതി ഈ വർഷം. അമ്മ, അതൊക്കെ ചീത്തയായി പോയി, അതൊക്കെ എലി കടിച്ച് ദ്രവിച്ചു പോയി. എന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറയാം. അച്ഛൻ വരുമ്പോ ഒരു പുൽക്കൂട് വാങ്ങിച്ചുകൊണ്ട് വരാൻ. എന്തിനാ അമ്മേ ഈ പൈസ ഇല്ലാത്ത സമയത്ത് അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇതൊക്കെ ഞങ്ങക്ക് പിള്ളേർക്ക് തന്നെ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. വെക്കേഷൻ അല്ലേ അമ്മേ, ഇതൊക്കെ അല്ലേ കുറെ വർഷങ്ങൾ കഴിയുമ്പോ ഓർത്തിരിക്കാനുള്ള മെമ്മറീസ്. അമ്മ ഒന്ന് സമ്മതിക്കമ്മേ പ്ലീസ്. എന്റെ ചക്കര അമ്മയല്ലേ, എന്റെ പഞ്ചാര അമ്മയല്ലേ, എന്റെ പൊന്നും കൂടെ അമ്മയല്ലേ, പ്ലീസ് ഒന്ന് സമ്മതിക്കേ. വേണ്ട, സോപ്പൊന്നും വേണ്ട. അമ്മ ഈയിടെയായിട്ട് കുറച്ച് സുന്ദരിയായിട്ട് വരുന്നുണ്ടല്ലോ. എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു എന്റെ അമ്മയാന്ന് തോന്നൂല, എന്റെ ചേച്ചിയാണെന്നൊക്കെ തോന്നുന്നു. ഓ, എന്താ ഒരു ലുക്ക്, എന്റെ ഒരു ഭാഗ്യം തന്നെ. ആണോ, അങ്ങനെ ചോദിച്ചോ? ഓ, അവർക്ക് കണ്ണ് കാണാം അതുകൊണ്ട് ചോദിച്ചതാ. അല്ലെങ്കിൽ എനിക്ക് ഈ 4 മക്കളുടെ അമ്മയാവാനുള്ള പ്രായമൊന്നുമില്ല. എന്നെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, പക്ഷെ എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലെന്ന് മാത്രം. ആ, അത് ശരിയാമ്മ, അമ്മയ്ക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. അമ്മേ, ഇനി കാട്ടിലോട്ട് മുള വെട്ടാൻ പൊക്കോട്ടെ? വേണ്ടെന്നല്ലേ പറഞ്ഞ, പോവണ്ടെന്ന് പറഞ്ഞ പോവണ്ട. പിന്നെ ഇത് തന്നെ എന്തിനാ ചോദിക്കുന്നേ? ദേ, ഇനി എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ചൂരിൽ വെച്ച് 2 എണ്ണം ഞാൻ അങ്ങ് തരും. പോയിക്കോ മര്യാദക്ക്. ഓ, ഒരു സൗന്ദര്യവും ഇല്ല, വെറുതെ പറഞ്ഞത് ഞാൻ. അങ്ങ് പറഞ്ഞു തീരണതിന് പങ്ക് പൊങ്ങി അങ്ങ് ആകാശത്തെത്തി ഐശ്വര്യറായി. എന്റെ അമ്മൂമ്മയാണെന്ന് എല്ലാരും ചോദിക്കണത്, വെറുതെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ, പൊയ്ക്കോ, എന്നെ വെറുതെ വിറയ്ക്കാതെ കേട്ടല്ലോ. പോകും, അയാളോട് വെറുതെ എന്റെ വായിലെ വെള്ളം പറ്റിക്കണം എന്നെ കടത്തിനിങ്ങ. എന്നാലും എന്നെ കാണുമ്പോ ഒരു അമ്മമ്മ ലുക്ക് ഉണ്ടോ? അട്ടോ എന്റെ കൂട്ടുകാരും എല്ലാരും പറയണത് ഞാൻ കല്ലുവിന്റെ ചേച്ചിയാണെന്ന് തോന്നുവെന്നാണല്ലോ. അവളത് പറഞ്ഞ് ജയിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും. ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോവാനായിട്ടുണ്ടോ, ഒന്ന് ത്രെഡ് ചെയ്യണം. ഓ, ഇതിനൊക്കെ എവിടുന്നാ സമയം കിട്ടുന്ന എന്റെ കൃഷ്ണ? അനു, കിച്ചു, കല്ലു, കണ്ണ, കാത്തു, എല്ലാരും നിങ്ങ വന്നേ. എന്താ അറിഞ്ഞേട്ടാ, എന്തിനാ എല്ലാരെയും വിളിച്ചത്? ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞാൻ എല്ലാവർക്കും കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ അച്ഛാ വെറുതെ പൈസ കളയാൻ പോയത്? അല്ല, ഇതെന്താ കല്ലുവിന്റെ മുഖം ഒരുമാതിരി വാടിയിരിക്കുന്നേ? ഓ, അതൊന്നും സാരാക്കണ്ട. അവരെ കാട്ടില് മുള വെട്ടാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടില്ല, അതുകൊണ്ടാ. അതെന്തിനാ കാട്ടില് മുള വെട്ടാൻ പോകുന്നേ? ഓ, അതിനായിരുന്നോ? എന്നാ കുഴപ്പമില്ല, നിങ്ങൾ പോവണ്ട. പുൽക്കൂടൊക്കെ അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. പുൽക്കൂടും പുതിയ ഉണ്ണീഷുവിന്റെ സെറ്റും എല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ആദ്യം എല്ലാവർക്കും ഗിഫ്റ്റ് വേണോ, അതോ ഉണ്ണീഷിന്റെ സെറ്റും പുൽക്കൂടും കാണണോ? എന്നാലും പോയപ്പോ എന്നെയും കൂടി ഒന്ന് വിളിക്കായിരുന്നു അച്ഛന്. അച്ഛൻ എന്താ എന്നെ കൊണ്ടുപോകാതിരുന്നേ? നിന്നെയും കൊണ്ടാണ് പോയിരുന്നെങ്കിൽ വീടിന്റെ പ്രമാണം പണയം വെക്കേണ്ട അവസ്ഥ വന്നേനിരുന്നു. എങ്ങനെയുണ്ട് പുൽക്കൂട്, ഇഷ്ടായോ?
അതിനിത് പുൽക്കൂടല്ലല്ല മരക്കൂടല്ലേ? ഒന്ന് പോയാൽ അവിടുന്ന്, ഇതൊക്കെ മതി. കൊള്ളാം അച്ഛാ, നന്നായിട്ടുണ്ട്. ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ എവിടെയാ എന്നിട്ട്? അതെല്ലാം അമ്മ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ എല്ലാം പുതിയതുപോലെ തന്നെ അമ്മ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. അതെ അതെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഇതേ പുൽക്കൂടിലേക്കാട്ടുള്ള ഉണ്ണേഷിന്റെ സെറ്റ്. കൊള്ളാലോ. ഇനി ഓരോരുത്തർക്കായിട്ട് ഗിഫ്റ്റ് തരാം. ആദ്യം എന്റെ പ്രിയതമ്മയ്ക്ക്, താങ്ക്സ് അരുണേട്ടാ. ഇനി എന്റെ മൂത്ത മോൻ കിച്ചുവിന്, താങ്ക് യു അച്ഛാ. ഇനി എന്റെ കല്ലൂസിന്, താങ്ക് യു അച്ഛാ. ഇനി എന്റെ കണ്ണമോന്, താങ്ക്സ് അച്ഛാ. ഇനി അച്ഛന്റെ കുട്ടിക്കാത്തൂന്. താങ്ക് യു അച്ഛായി. എല്ലാവർക്കും അരുണേട്ടൻ ഗിഫ്റ്റ് കൊടുത്തില്ലേ? ഇനി അരുണേട്ടനുള്ള ഗിഫ്റ്റ് ഞാൻ തരാം. നീ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നോ? ഇതൊക്കെ എപ്പോ? അതൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അനു, താങ്ക് യു ഡി. ഇനി നമ്മുടെ ക്രിസ്മസ് കേക്ക് വേണ്ടേ? ക്രീം കേക്ക്. നമുക്ക് എല്ലാവർക്കും കൂടി ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. എന്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു എപ്പിസോഡായിട്ട് നാളെ കാണാട്ടോ. നാളത്തെ എപ്പിസോഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് എല്ലാം ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി ഈ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യണോ വേണ്ടയോ എന്ന്. അപ്പൊ നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു. വൺസ് അഗൈൻ മെരി ക്രിസ്മസ്.